നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, കോൺഗ്രസ് യുവിൻ്റെ പ്രസിഡൻ്റാണ്. ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്ത് വിഭജനത്തിൻ്റെ തീരുമാനമെടുത്ത അന്ന് രാത്രി ഒരു ബ്രിട്ടീഷ് പത്രപ്രതിനിധി പാതിര കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനിലെ അന്നത്തെ നേതാവ് ജിന്നയാണല്ലോ, ജിന്നയോട് ഒരു അഭിമുഖം നടത്തി. അങ്ങ് കിടന്ന് പ്രവർത്തിക്കുന്നു ഉറങ്ങാതെ. ഇന്ത്യയിൽ നെഹ്റു നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ആ ജിന്ന പറഞ്ഞ മറുപടി ഉണ്ട്, നെഹ്റുവിൻ്റെ ആൾക്കാർ ഉണർന്നിട്ടുണ്ട്, എൻ്റെ ആൾക്കാർ ഉണർന്നിട്ടില്ല, ഉറങ്ങാണ്, അപ്പോൾ ഞാൻ ഉണർന്നിരിക്കണമെന്ന്. അതുപോലെ ബേസിക്കലി ഞാൻ മൊയ്തീൻ ഷാ ഇസ്ലാം മത വിശ്വാസിയാണ്, തികഞ്ഞ വിശ്വാസിയാണ്, ഒരു കളങ്കം അതിലില്ല. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ രാജ്യത്തെ സ്നേഹിക്കുന്നു. എൻ്റെ സമുദായത്തെ ഓർത്ത്, ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾ ഓർത്ത് എനിക്ക് സങ്കടം വരുന്നുണ്ട്, ദുഃഖം വരുന്നുണ്ട്, ദേഷ്യം വരുന്നുണ്ട്. പ്രാദേശികമായിട്ട് ഒരു കാര്യം പറയാം, എന്നിട്ടൊക്കെ അന്തർദേശത്തിൽ പോകും. പ്രാദേശികമായിട്ട് പറഞ്ഞാൽ ഇന്ന് ഒരു അച്ഛൻ്റെ പ്രസ്താവന അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു പരിപാടി ഉണ്ട്. ഇവിടുന്ന് പല ക്രിസ്ത്യൻ സമുദായങ്ങളും നേഴ്സുമാരൊക്കെ അമേരിക്കയിലൊക്കെ ജോലിക്ക് പോയി അവിടെ സെറ്റിൽ ചെയ്യും. മുസ്ലിങ്ങളൊക്കെ പിന്നെ അമേരിക്കയിൽ അധികം പോകുന്നത് ഈ ഗൾഫ് കൺട്രീസാണ്. അത് ഇവിടെ നിന്ന് പൈസ ഉണ്ടാക്കി സ്ഥലം വാങ്ങുന്നു. വാങ്ങാൻ കാരണം പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ ക്രിസ്ത്യൻ സമുദായം സെറ്റിൽ ചെയ്യുമ്പോൾ തിരിച്ചുണ്ടാവില്ല. ഇവർ സെറ്റിൽ ചെയ്തില്ല, ഒരു 3-4 കല്യാണം കഴിച്ച് മക്കളുണ്ടാക്കും. അപ്പോൾ അവർക്ക് സ്ഥലം ആവശ്യമാണ്, അവർ കൊടുക്കും. അങ്ങനെ പറ്റിയത്. അതായത് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പല സ്ഥലങ്ങളും മുസ്ലിം സമുദായം അന്യായമായിട്ട് വില കൊടുത്താണ്, എന്നാലും വാങ്ങിക്കൂട്ടി എന്നു. ഇത് ക്രിസ്ത്യൻ സഭയുടെ ഒരു 10-12 സഭയുടെ പേര് പറഞ്ഞു ശ്രദ്ധിക്കണം എന്നാണ്. അതിലൊന്നും ഒരു തെറ്റുമില്ല, ശ്രദ്ധിക്കട്ടെ, നല്ല കാര്യമല്ലേ. പക്ഷെ ഒന്ന് തിരിച്ചു ചോദിക്കട്ടെ, ഞാൻ ആ അച്ഛനോട് ഒന്ന് തിരിച്ചു ചോദിക്കട്ടെ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ പിണങ്ങാൻ വേണ്ടിയില്ല. ദേശാഭിമാനി റോഡിൽ 100% തലക്കെട്ടുകാരായിരുന്നു. അപ്പോൾ 50%, അതിൽ 50% ഈ അച്ഛൻ്റെ സമുദായം ഉൾപ്പെടെ വന്നു. കാക്കാട് HMT കളമശ്ശേരി മേഖലയിൽ 100% തലക്കെട്ടുകാരായിരുന്നു. അതെല്ലാം ഇപ്പോൾ 50 താഴെയായിട്ടുണ്ട്. ബാക്കിയെല്ലാം ഈ കോട്ടയത്തെ ഭാഗത്തുള്ള വന്നത്. മലയോരം വടക്ക് മലബാറിൽ അല്ലെങ്കിൽ മലബാറിൽ 1-2 ജില്ല തന്നെ കോട്ടയത്ത് പോയ ഈ സമുദായക്കാരെ പല രീതിയിലും വസ്തു വാങ്ങിച്ച് അവിടെ ആധിപത്യമാണ്. ഇതൊന്നും മുസ്ലിമാനെ സംബന്ധിച്ച് മൊയ്തീൻ ഷാ ഒരിക്കലും എതിര് പറയില്ല. കാരണം അതുകൊണ്ടാണ് ആ പ്രദേശം വളർന്നതും വികസിച്ചത്. ഇപ്പോൾ ദേശാഭിമാനി റോഡ് തുക പണ്ട് വഴിയൊന്നും ഉണ്ടാവില്ല, ഒരു കൊച്ചു പാകിസ്ഥാനിത് ഇന്നോ മിനി ബോംബെ ആയി. നല്ലതല്ലേ ഇത്? കാക്കാട് തൃക്കാക്കര HMT ഭാഗത്തൊക്കെ കുറുക്കം പോലും തൂറാതെ കിടന്ന വെറും ഒരു വിജനമായ സ്ഥലമാണ്. അവിടെ മറ്റുള്ള ആൾക്കാർ വന്നപ്പോൾ മാറ്റം വന്ന്, ചേഞ്ച് വന്നു. അത് നല്ല കാര്യമല്ലേ? അതൊന്നും ഒരു അസൂയപ്പെട്ട ഒരു കാര്യമില്ല. അതുപോലെ എന്ത് ഈ അച്ഛന് തോന്നാത്തത്? മുസ്ലിം സമുദായത്തിൽ ഒരാൾ പോലും കാക്കാട് പോലും ക്രിസ്ത്യാനി കയ്യേറി, പിന്നെ ദേശാഭിമാനിയോട് കയ്യേറി, എറണാകുളം മാർക്കറ്റ് കയ്യേറി, കുന്നംകുളത്തുകാർ വന്നു എന്നൊന്നും ഒരു മുസ്ലിം ഇതിലും പറഞ്ഞിട്ടില്ല. രഹസ്യമായിട്ട് നോക്കിയില്ല, പരസ്യമായിട്ട് ഇതിപ്പോൾ ചാനൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ തൃശ്ശൂർ മുതൽ കാസർഗോഡ് സ്ഥലത്തേക്ക് ഈ സമുദായം കയ്യേറിയത് ഒരാൾ വന്ന് 40 ആളുണ്ടാക്കും, പള്ളി പണി, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം അതൊന്നും വേണ്ട ചേട്ടാ, കുറച്ചുകൂടെ വിശാലമായി ചിന്തിക്കുന്നു. അതിലെന്താ അങ്ങനെ ചെയ്യുന്നത്? മറ്റൊന്ന് ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ ലോക ജനസംഖ്യയിൽ ക്രിസ്ത്യൻ സമുദായവും മുസ്ലിം സമുദായം ഏതാണ്ട് 3% താഴെയുള്ള വ്യത്യാസമുള്ളതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, അത് കണക്കാണ്. അത് 175 രാജ്യങ്ങളാണ് അംഗീകരിച്ച്. 100 രാജ്യങ്ങളുണ്ട്. അതിൽ 100 രാജ്യങ്ങൾ മുസ്ലിം രാജ്യമുണ്ട്. ജനസംഖ്യയിൽ ഏതാണ്ട് 200 കോടി എന്ന് പറയുമ്പോൾ ഒരു 25% 30% ഉണ്ട്. എന്നിട്ടും ഇസ്രായേൽ പോലെയുള്ള ചെറിയ ഒരു രാജ്യത്തെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ യുദ്ധത്തിൽ വിജയിക്കാൻ
എന്തേ പറ്റാതെ പോകുന്നു? എങ്ങനെയാണ് ഇസ്രായേലിൻ്റെ സൃഷ്ടി? സമാധാനപരമായിട്ട് ജീവിച്ചു വന്ന പലസ്തീൻ ജനതയിൽ നിന്ന് ബ്രിട്ടൻ്റെ ഒരു തട്ടിപ്പ് എഗ്രിമെൻറ്റോടുകൂടി കൊടുത്താണല്ലോ ഇസ്രായേൽ വന്നത്. വരട്ടെ, കുഴപ്പമില്ല, അവരും ജീവിക്കട്ടെ, അവർ യഹൂദരാണെങ്കിലും അവർ ജീവിക്കട്ടെ, എല്ലാം ജീവിക്കണം. എന്നിട്ട് അവർ പലസ്തീൻ രാജ്യത്ത് അംഗീകരിക്കുകയോ അവരെ രാഷ്ട്രമായിട്ട് അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത പേരിലല്ലേ യുദ്ധം തുടങ്ങുന്നത്. 48 മുതൽ എത്ര യുദ്ധങ്ങളുണ്ടായി. ഇപ്പോൾ പറയുന്നത് 2 വർഷം മുൻപ് ഇറാനിൽ ഗസയിൽ നിന്ന് ഹമാസ് ഇസ്രായേലിൽ കയറി ആക്രമണം നടത്തി. അത് തെറ്റാണ്, നമ്മളൊരിക്കലും സപ്പോർട്ട് ചെയ്തില്ല. അതിന് കാരണം ഈ കാണുന്ന എല്ലാം എന്നാണ്. മിനിയാന്ന് ഒരു 5-6 ഇപ്പോൾ 9 ദിവസം മുമ്പ് ഇസ്രായേൽ ഇറാനിൽ കൊണ്ടുപോയി യാതൊരു മുന്നറിയിപ്പില്ലാതെ അവിടുത്തെ അണുനിലയൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചു നടത്തും. എന്നിട്ടും ആരാണ് അപ്പോൾ കയ്യേറ്റക്കാർ? എന്നിട്ട് എന്ത് ഈ മുസ്ലിം സമുദായത്തിന് ഇസ്രായേലിനെ ആക്രമിക്കുന്നു നമ്മൾ പറയുന്നില്ല. മാത്രമല്ല, ഇറാൻ്റെ നേതാവ് പറയുന്ന ആയത്തുള്ള ഖൊമൈനി പറയുന്ന ഇസ്രായേൽ രാഷ്ട്രത്തെ വെച്ചുറപ്പിക്കില്ല എന്ന് പറയുന്ന ആശയത്തൊന്നും നമുക്ക് ഒരു യോജിപ്പുമില്ല. ഇസ്രായേലിലും ജീവിക്കണം, ഇവിടെ ഹമാസും ജീവിക്കണം, ഗാസയൊക്കെ ജീവിക്കണം. കാരണം ലോകം എല്ലാവരുടെയാണ്, ഒരാളുടെ അല്ല. പക്ഷെ അവർക്ക് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു വിശാലമായിട്ട് അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യം പറയുന്നു. അതാണ്, അത് ആത്മാർത്ഥമായിട്ട് നയിക്കുക. ഇപ്പം എന്താ എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുകയാണ്. അതായത് എൻ്റെ സമപ്രായമാണ്. അദ്ദേഹം രാവിലെ പുറത്തേക്ക് പോകുമ്പോൾ കുറച്ച് പൈസ കയ്യിലുണ്ടാവുമല്ലോ. എന്നിട്ട് ചിലവെല്ലാം കഴിച്ച് ബാക്കി രാത്രി വരുമ്പോൾ അത് കണക്കൂട്ടി 1 രൂപ വ്യത്യാസം വന്നാൽ അല്ലെങ്കിൽ 1 രൂപ കുറവ് വന്നാൽ പുള്ളിക്ക് ഉറക്കം വല്ലതാണ്. അത്ര ശുഷ്കാന്തിയോട് ന്യായമായിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരും അത്. അങ്ങനെയുള്ള ഈ ലോകത്ത്, അങ്ങനെ ആൾക്കാർ ജീവിക്കുന്ന ലോകത്ത് ഇതുപോലെ യുദ്ധസന്നാഹത്തിന് വേണ്ടി കോടാനുകോടി രൂപ ചെലവഴിക്കുമ്പോൾ 1000-1500 കോടി വിലയുള്ള വിമാനങ്ങൾക്ക് വെറും പടക്കം പൊട്ടിക്കുമ്പോൾ ഒരു സങ്കടവും ലോകത്ത് ആർക്കുമില്ല. ഈ യുദ്ധം നേതൃത്വം കൊടുക്കാൻ രാഷ്ട്ര നേതാക്കൾക്കില്ലല്ലോ. കാരണം എന്താ? അവരുടെ പൈസ അല്ല, പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണമാണ്. അവർ വീട്ടിൽ കൊണ്ടുവരണം. അവരെയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണെങ്കിൽ ഒരു വിമാനം തൊലയോ. അവരെന്താ കാട്ടിലെ തടി തേവര് ആന വലിയുടെ വലിയ എന്ന് പോലെ അവരൊന്നും നഷ്ടമില്ല, ജനങ്ങളുടെ പണമാണ്. മറിച്ചോ അവന് ഒരു ദത്തിനാഹുവിനോ അല്ലെങ്കിൽ ഒരു ഗമനിക്കോ ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അധികാരം നിലനിർത്താൻ വേണ്ടി എത്ര ജനങ്ങളാണെന്ന് ത്യാഗം കഷ്ടപ്പെടുന്നത്, ജീവങ്ങളെന്ന്. അത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ല, ഈ യുദ്ധം കൊണ്ട് അമേരിക്ക എന്ത് നേടി, മറ്റെന്ത് നേടി? അപ്പം എല്ലാം ആധിപത്യം നിർത്താൻ വേണ്ടിയാണ്. വരുന്ന പോകുന്ന ഒരു സംഭവം ഈ സൗദി അറേബ്യ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോഴത്തെ ആൾ തെറ്റില്ല. സൗദി അറേബ്യയിൽ കയറാനുള്ളൊരു പടി കൂടി ഈ അമേരിക്കൻ രാഷ്ട്രം അല്ല, ക്രിസ്ത്യൻ രാഷ്ട്രം പറഞ്ഞതിന് ഇറാൻ പറയുമ്പോൾ മുസ്ലിം രാഷ്ട്രം, പാകിസ്ഥാൻ പറയുമ്പോൾ മുസ്ലിം രാഷ്ട്രം, ഇപ്പോൾ ക്രിസ്ത്യൻ രാഷ്ട്രം. അവർക്ക് ആ ഒരു വലിയ സന്നാഹം ഉണ്ടോ എന്നുള്ളൊരു മനഃശാഞ്ചല്യമുണ്ട്. കാരണം അത്ര കണ്ട് മികച്ചാണ്. എത്ര കോടി രൂപയുടെ ഗ്യാസ്, നാച്ചുറൽ ഗ്യാസ്, സ്വർണം, പിന്നെ എണ്ണ, ഇതെല്ലാം സൗദി അറേബ്യ ഉണ്ട്. സൗദി അറേബ്യയിൽ ഇപ്പോൾ മക്കത്ത് നിന്ന് ഹജ്ജിന് പോകുന്നവരും മക്കത്ത് മദീന് പോകുന്ന വഴിയിൽ ബദർ, ആ യുദ്ധം നടന്ന സ്ഥലം, ആ ബദറിൽ നിന്ന് ഒരു കുറേ അകലെ ഒരു വലിയ മല, അത് മുഴുവൻ സ്വർണ്ണ ഖനികളാണ്. ആ സ്വർണ്ണഖനി എന്ന് പറഞ്ഞാൽ ലോകത്ത് കാർഗോറിലാണ് ആസ്ട്രേലിയ ഏറ്റവും വലിയ സ്വർണ്ണഖനി. രണ്ടാമത് കോലാർ ഖനിയാണ് കർണാടകയിൽ. കോലാർ ഖനി നമുക്ക് മുതലാകാത്തതുകൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അതൊക്കെ ഒരു കിലോ എടുത്താൽ 1 ഗ്രാം പോലും കിട്ടില്ല സ്വർണം. ഇതിൽ 50-60% സ്വർണ്ണമാണെന്ന് പറഞ്ഞത്, സ്വർണ്ണ അംശം അവർ തൊട്ടിട്ടില്ല. കാരണം ഇനി ഒരു 2000 വർഷത്തേക്കുള്ള ഗ്യാസ് തന്നെ അവർക്ക് സൗദി അറേബ്യയിലുണ്ട്. 2000 ഇയേഴ്സേ. അതുപോലെ എണ്ണയുടെ അംശം എത്രയോ ഇരട്ടി എടുക്കാനുണ്ട്. അപ്പോൾ ഇത് സ്വർണ്ണത്തിൽ തീരേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇതൊക്കെ കൈവശപ്പെടുത്താൻ അവിടെ ഇപ്പം തന്നെ അമേരിക്കയുടെ ആധിപത്യമാണ്. അതൊക്കെ ഉണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ കുറ്റം പറയാൻ പറ്റുമോ? കുറ്റം പറയാൻ പറ്റില്ല. അതുപോലെയാണ് സംഘയുടെ നടക്കുന്നത്. അത് പത്രങ്ങൾ, മാധ്യമങ്ങളൊക്കെ കൊടുക്കുന്നത് എത്ര സ്വാർത്ഥ താല്പര്യമാണ്. ഇസ്രായേലിൽ വാദിച്ചോട്ടെ, നിഷ്പക്ഷം എന്നുള്ള ലോകത്തില്ലെന്നേ. നിഷ്പക്ഷം ലോകത്തില്ല. ഏതെങ്കിലും പക്ഷമില്ലാതെ ഒരാൾ പോലും ഉണ്ടാവില്ല. പക്ഷെ ആ പക്ഷം കൊണ്ട് മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാകരുത്. അപകടം വരുമ്പോൾ നമ്മൾ വർഗീയമായിട്ടൊക്കെ ചിന്തിക്കുക, അല്ലാതെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഭ്രാന്ത് 2-3 തരത്തിലാണ്.
അല്ലെങ്കിൽ മെയിനായിട്ട് പറഞ്ഞാൽ രണ്ട് തരം. ഒന്ന് അവനും ഇതിനെ ദൂഷ്യമുള്ളത്, ഒന്ന് അവനോ ദൂഷ്യം ഉണ്ടാവില്ല, സമൂഹത്തിൽ ദൂഷ്യമുള്ളു. സമൂഹത്തിൽ ദൂഷ്യമുള്ളു വരുമ്പോഴാണ് പിന്നെ ജനങ്ങൾ ഇടപെടുന്നു, അവനെ ചങ്ങലക്കിടുന്നൊക്കെ. അപ്പം അങ്ങനെയുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ അവസാനം പര്യവസാനം? ജനങ്ങൾ അത്ര കണ്ട് കഷ്ടപ്പെടില്ലേ? എന്തെങ്കിലും ന്യായമുണ്ട്? ഒരു ജീവനെ ആക്രമിക്കുമ്പോൾ യാതൊരു തത്വശൈല നശിപ്പിച്ചാലേ. ഒരു കെട്ടിടമൊക്കെ ഉണ്ടെങ്കിൽ എത്ര നാൾ പിടിക്കും? ഇപ്പോൾ ഇസ്രായേലിലാണെങ്കിലും ഇറാനിലാണെങ്കിലും ആ കെട്ടിടം തകർക്കാൻ ഒരു നിമിഷം മതി. അപ്പം അതുകൊണ്ട് ബുദ്ധിയുള്ള ജനങ്ങൾ ലോകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ, മനുഷ്യസ്നേഹി ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ അത് ശ്രമിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം? ഇതിന് പരിഹാരം കാണണം. ഞാൻ ഈ മുസ്ലിങ്ങളുടെ കാര്യമല്ല, മുസ്ലിം രാഷ്ട്ര നേതാക്കൾ ചോദിക്കുകയാണ്. ഇപ്പോൾ കിം ഇൻ ജൂമിൻ്റെ ഉത്തര കൊറിയ നിസ്സാര സ്ഥലമുള്ളൂ, നിസ്സാരമാണ്, പയ്യനുമാണ്, 10 പോയിട്ടോട്ടുള്ളൂ. ആ വ്യക്തിയെ ഇത് ലോകം ഭയപ്പെടാണ്. വേറെ ജനസംഖ്യയിൽ വളരെ കുറച്ച്, വലിപ്പത്തിൽ വളരെ കുറച്ച് ഒരാൾ ഇന്ന് അമേരിക്കയിൽ അവർ ഭയപ്പെടാണ്, ഒരു കൊച്ചു രാജ്യത്തെ. ഇത് 100ഓളം രാജ്യങ്ങളുണ്ടായിട്ട് 100-200 കോടി ഉണ്ടായിട്ട് നിങ്ങളെ ആർക്കൊരു ഭയമില്ലാത്തത്? അവിടെയാണ് നിങ്ങളുടെ പ്രവൃത്തി ദൂഷ്യം. അന്ന് ഇസ്രായേലിന് വേണ്ടി ഒരു 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 പെൺകുട്ടി എന്ന് ഉണ്ടായിട്ട് ഒപ്പിട്ട് കൊടുത്ത് രാജ്യമുണ്ടായി. അതുപോലെ അമേരിക്കയ്ക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് നിങ്ങൾ പണിയെടുക്കില്ല, ചിന്തിക്കില്ല, സുഖലോലുവരാണ്. അതാണ് തന്നെ അപകടം. അതുപോലെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പിന്നെ ഇസ്രായേലുകാരും അല്ല മറ്റുള്ളവരും പറയുന്നത് ഇറാൻ ബോംബുണ്ടാക്കും. ഇവരെല്ലാം ബോംബുണ്ടാക്കിയപ്പോൾ ഒരു കുഴപ്പമുണ്ടല്ലോ, ആരും കുഴപ്പമില്ല. ഇറാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം രാജ്യം ഉണ്ടാക്കുമ്പോൾ അവർക്ക് അനുവദിക്കില്ല, ഉണ്ടാക്കലേ പാടില്ല എന്ന് പറയുന്നത്. അതെന്ത് രീതിയാണ്? അതിൽ ജീവിക്കാൻ പോലും അവകാശം കൊടുക്കില്ല എന്നുള്ളത്. ഇസ്രായേൽ ഉൾപ്പെടെ, അമേരിക്ക ഉൾപ്പെടെ, റഷ്യ ഉൾപ്പെടെ 10-11 രാജ്യങ്ങൾ ഏതാണ്ട് 1 ലക്ഷത്തോളം ബോംബുണ്ടാക്കി വച്ചിട്ട് ഇറാൻ ബോംബുണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അത് പറ്റില്ല എന്ന് പറയുമ്പോൾ അതിൽ തെമ്മാടിത്തരം പിഴച്ചതായിരുന്നു പറഞ്ഞത്. അതെന്തായാലും ചിന്തിക്കാതെ പോകുന്നത്. ഞാൻ ഇറാനെ പൊക്കിപ്പെട്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ പൊക്കിപ്പോ ഇതല്ലേ സത്യം. നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാതെ എന്ത് ന്യായമാണത്? അതാണ് പറഞ്ഞത്, ലോകത്ത് നീതിയൊന്നുമില്ല, ആത്മാർത്ഥമൊന്നുമില്ല, നിഷ്പക്ഷമൊന്നുമില്ല, എല്ലാം വക്രബുദ്ധികൾ. നമ്മുടെ മാക്സിം ഗോർക്കി പറഞ്ഞില്ലേ, മനുഷ്യൻ മനോഹരൻ. എത്രയോ നല്ല പദം മനസ്സിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു മാക്സിം ഗോർക്കി. ഏതാണ്? അതുപോലെയാണ് ഈ കാര്യങ്ങളുടെ പോക്ക്. യുദ്ധസന്നാഹം അണിക്കുകയാണെങ്കിലും ഇനി ഇത് വലിയ സംഭവമാണ്. ഞാൻ ചുരുക്കിയപ്പോഴാണ് അതിൻ്റെ സമയം നീണ്ടു പോകുന്നത്. അത് കേരളത്തിൽ നാളെ നിലമ്പൂർ ഇലക്ഷൻ വരാണ്, തെരഞ്ഞെടുപ്പ് വരാണ്, തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നാളെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്ന് പറഞ്ഞ കാര്യമുള്ളൂ. ഒരു 10-15 വോട്ടിന് അവിടെ UDF സ്ഥാനാർത്ഥി ജയിക്കുകയും 10-15 വോട്ട് നമ്മുടെ അൻവർ പിടിക്കുകയും ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി? മറിച്ച് ഒരു 10-2000 വോട്ടിനാണ് UDF ജയിക്കുന്നത്, അപ്പോഴെന്തായിരിക്കും സ്ഥിതി? ഇനി ഗതികേടിന് അവിടെ UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനുള്ള എല്ലാ അനുകൂല ഘടകങ്ങളും അവിടെ UDF പ്രവർത്തകർക്കോ അല്ലെങ്കിൽ ചോട്ട നേതാക്കളുടെ ഗ്രൂപ്പ് നേതാക്കൾക്കുണ്ട്, പല കാരണങ്ങളുണ്ട്. അതൊന്നും ഇല്ലാതെ ഏക മനസ്സോടുകൂടി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും UDF നേതാക്കളും പ്രവർത്തകരും ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച് ഒരു വോട്ടിലും പാഴാക്കാതെ 10-15 വോട്ടിന് അവിടെ പിന്നെ UDF സ്ഥാനാർത്ഥി ജയിക്കുകയാണെങ്കിൽ എന്താണ് സ്ഥിതി നിങ്ങൾ ചിന്തിക്കാം. പലരും പറഞ്ഞിട്ട് അതേ സ്ഥാനത്ത് ഒരു 19,000 വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പാർലമെൻറ്റ് ഇലക്ഷൻ ഇപ്പോൾ BJP കിട്ടിയെന്ന് പറഞ്ഞത്. അല്ലാത്ത കാലങ്ങളിലൊക്കെ 8,000 വോട്ടാണ്, ഒരു 4% വോട്ട്, 10,000 താഴെയാണ്. ഇത്തവണ ഒരു 10,000-2,000 വോട്ടുള്ളൂ BJPക്കെങ്കിൽ ആ 2,000 വോട്ട് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സഭയായിട്ട് ബന്ധമുണ്ട്, ആ ക്രിസ്ത്യാനിറ്റിയുടെ വോട്ടാണ്. ബാക്കിയുള്ള ഈ 19,000 വോട്ടും ഏതെങ്കിലും LDF അല്ലെങ്കിൽ UDF മറിച്ച് കൊടുത്തെങ്കിൽ അത് ജയം റിസൾട്ട് ചെക്ക് അറിയാൻ പറ്റും ആർക്കൊക്കെ കൊടുത്തുള്ളൂ. എന്തായിരിക്കും രാഷ്ട്രീയത്തിൻ്റെ അവസ്ഥ, രാഷ്ട്രീയ നീതി?
ഇതിൽ എനിക്ക് നമ്മുടെ രമേശിയോട് പറയാൻ കളി പാവമാണ് ആ മനുഷ്യൻ രമേശ്. അതേ പറ്റി ഏറ്റവും വലിയ അപകടം എന്ന് പറയുമോ, അത് 9% പോലും ജനസംഖ്യ ഇല്ലാത്ത ഒരു വിഭാഗമാണ് കേരളത്തിൽ നായർ സമുദായം. അതിൽ 3 പോലും മെമ്പർഷിപ്പ് ഇല്ല NSSൽ. ആ NSSൻ്റെ സെക്രട്ടറിയെ കൊണ്ട് കീ പോയിന്റ് വേണമെന്ന് ഉമ്മൻചാണ്ടി ഭീഷണിപ്പെടുത്തി വാങ്ങിച്ചപ്പോൾ അന്ന് അടിവരയിട്ട് ജനങ്ങളും പാർട്ടികളും. ഈ രമേശ് ജനങ്ങളുടെ നേതാവല്ല, NSSൽ ഈ നായരുടെ നേതാവല്ല. ആരുടെ നേതാവ്? പിന്നെ സുകുമാരൻ നായർ നേതാവാണെന്ന് മറ്റു. അത് അദ്ദേഹത്തെ വെള്ളം ക്ഷീണം ചെയ്തില്ലേ? അതല്ലേ മനസ്സിലാക്കുന്നത്. അത് പാവം വല്ല മനസ്സിലാക്കിയോ? അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പോയില്ല, ഇപ്പം മുഖ്യമന്ത്രി ആകാൻ സാധ്യതയില്ല. അവസ്ഥ കളഞ്ഞു വിളിച്ച് അതവരെ മണ്ടനായിപ്പോയി. പാവെന്ന് പറഞ്ഞാൽ വേറെ വക്രബുദ്ധിയില്ല. മറ്റ് ചിലരുണ്ട് വലിയ വക്രബുദ്ധിയാണ്, പുറത്ത് പറയുമെങ്കിലും അവർ കാര്യം കാണാൻ വലിയ വ്യത്യാസം. ഇനി ഒരു കാര്യം കൂടി പറയാം, അത് പറഞ്ഞ് നമുക്ക് നിർത്താം, സമയമാകുന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 40% വരുന്ന മുസ്ലിം സമുദായം. കോൺഗ്രസിൻ്റെ നേതാവാണെങ്കിലും എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ എല്ലാവർക്കും നീതി ലഭിക്കണം, ഈ സമുദായം നീതി ലഭിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഞാൻ തിരിച്ചു പറയാണ്, 9% വരെ നായർ വിഭാഗത്തിൽ നിന്ന് വരുന്ന അസംബ്ലി ഇലക്ഷനിൽ 70% അവർ വോട്ട് BJP കൊടുക്കും. കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ 50% BJP കൊടുത്തിട്ടുണ്ട്. ഇത്തവണ NSS നേതാവ് കൂടി പരസ്യമായിട്ട് അനുകൂലം നിൽക്കുന്ന 70% പോകും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 100 വോട്ട് ചെയ്യും, 110 വോട്ട് ചെയ്യുമ്പോഴേ ഒരു വോട്ട് കിട്ടുള്ളൂ നായർ സമുദായത്തിൽ നിന്ന് UDFന്. ഇത് നായർ സമുദായം നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ലീഗുകാരും ഒക്കെ മനസ്സിലാക്കുകയാണ്. 110 വോട്ട് ചെയ്യുമ്പോഴാണ് ഒരു വോട്ട് UDFന് കിട്ടുന്നത്, കോൺഗ്രസിൻ്റെ പാർട്ടി കിട്ടുന്നത്. ഇനി ഈ ഒരു വിഭാഗം 21% അതിൽ 70 മുതൽ 80% പേരെയും ആർക്കാണ്? LDFനായിരുന്നു. ഇത്തവണ പിണറായി വീണ്ടും മുഖ്യമന്ത്രി ആകുന്നുണ്ടെങ്കിൽ 90% പോകും. അപ്പോൾ എന്തായി നമ്മട്ട്? അപ്പോഴും അവർ 100 വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ടാണ് UDFന് കിട്ടുന്നത്. ഇനി ക്രിസ്ത്യൻ സമുദായം 16%, 6% ദളിത് കൺവെർട്ട് ക്രിസ്ത്യാനികളാണ്. ബാക്കി 10%. ആ 10%ൽ ഒരു 50%-50% UDFന് കിട്ടും. എന്നിപ്പോൾ 100 വോട്ട് ചെയ്യുമ്പോൾ ഒരു 5 വോട്ട് കിട്ടും. ബാക്കി ഒരു 3% LDFന്, 2% BJPക്കും പോകും. പിന്നെ ദളിത് 10 ഇപ്പം 12 ഉണ്ടായതിന് ഇപ്പോൾ ഒരു 10 ഉള്ളതാണ് പുതിയ കണക്ക്. 10% ഉള്ളതിൽ ഒരു 60 മുതൽ 70% വരെ LDF അനുഭാവികളാണ്. അപ്പോൾ അവിടെ നിന്ന് വളരെ കുറച്ച് വോട്ട് കിട്ടുള്ളൂ. പിന്നെ ധീവരസഭ ഉൾപ്പെടെ മറ്റെല്ലാം കൂടി 2-3% ഉണ്ട്. അതൊക്കെ അറിയാമല്ലോ കണ്ട്. പിന്നെ എവിടെ നിന്നാണ് ഈ വോട്ട് കിട്ടുന്നത് UDFന്? അവിടെയാണ് 40% വരുന്ന മുസ്ലിം സമുദായത്തെ വോട്ടിൽ ഒരു 5% താഴെയാണ് ഇത്തവണ മാർക്സിസ്റ്റ് പാർട്ടി ഉള്ളൂ. കാരണം 10% ഉണ്ടായതാണ്. അത് ഈ വിഷയത്തിൻ്റെ പേരിൽ അല്പം കുറച്ചിട്ട് അതിപ്പം മറ്റേ നിലമ്പൂർ ഇലക്ഷൻ അറിയാൻ പറ്റും. അതേ സ്ഥാനത്ത് 38%, 100 വോട്ട് ചെയ്യുമ്പോൾ 38 വോട്ട് UDFന് കിട്ടുന്നത്. അങ്ങനെ തന്നെയാണ് അത് രാഷ്ട്രീയമെങ്കിൽ രാഷ്ട്രീയ വോട്ടിന് ലിസ്റ്റെങ്കിൽ എന്തുകൊണ്ടൊരു മുസ്ലിമിന് മുഖ്യമന്ത്രി ആയിക്കൂടാ? എന്നിട്ടും നമ്മൾ സ്ഥലം മുസ്ലിങ്ങൾക്ക് വീടെന്ന് പറയുന്നില്ല. അത് ബാക്കിയുള്ള സ്ഥലം മതി, അത് നായരോ ക്രിസ്ത്യാനോ പോലെ ആരിലും ആയിക്കോട്ടെ എന്നുള്ളത്. ഞാനിത് പറയുമ്പോൾ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി നിലമ്പൂർ നിർത്തിയ സ്ഥാനാർത്ഥി രാഷ്ട്രീയപരമായി നോക്കിയാൽ അതിനേക്കാൾ ഒരു ഫിറ്റായ സ്ഥാനാർത്ഥി വേറെ CPM ഇല്ല. പൊളിറ്റിക്കലി അല്ല, സോഷ്യലി വേറെ ഉണ്ടാവും. കാരണം സ്വന്തം സ്ഥാനാർത്ഥിക്കണി വരെ ഉണ്ടാവും. പൊളിറ്റിക്കലി രാഷ്ട്രീയം ഇതല്ല. അദ്ദേഹത്തെ പോലെ അത്രയേക്കാൾ മിടുക്കനായ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വോട്ട് കഴിഞ്ഞാൽ പറയാമല്ലോ, മിടുക്ക ഒരാൾ സ്ഥാനാർത്ഥി വരെയില്ല. എന്നാലും ജയസാധ്യത നമുക്ക് റിസൾട്ടിനും അറിയാം. ഇനി വേറൊരു കാര്യമുണ്ട്, എല്ലാം പുകഴ്ത്തി പറയുന്ന നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ, ഏതാണ് പറയുന്നത്, ഷാഫി പറമ്പിൽ. എല്ലാം കൊണ്ട് ഉമ്മൻചാണ്ടിക്ക് ഒപ്പം ഉമ്മൻചാണ്ടിയുടെ മുകളിൽ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പുകഴ്ത്തി പറഞ്ഞ ഷാഫി പറമ്പിൽ. അദ്ദേഹം മുസ്ലിം കോട്ടയിലാണ് ആ കോട്ട കിട്ടിയത്. എന്നിട്ട് അവിടെ ഇപ്പോൾ ദൃഢപ്രതിജ്ഞ ചെയ്ത് അതിലൊക്കെ നമുക്ക് നീരസമുണ്ട്. എങ്കിലും എന്താ സോഷ്യൽ മീഡിയ അങ്ങനെ കോമൺ ആണ്. അല്ല ആ തീവ്രമായ ഇസ്ലാം മതാനുയായിയോ അല്ലെങ്കിൽ മതം ഇതും കാണിക്കാൻ പാടില്ല, അതിലൊന്നും തെറ്റില്ല. കോൺഗ്രസ് പാർട്ടിയിൽ തെറ്റില്ല. പക്ഷേ അദ്ദേഹത്തെ കൊണ്ടത് ഏത് സാഹചര്യത്താണ് അദ്ദേഹത്തിന് പോലും മനസ്സിലായില്ല. ചിരിക്കേണ്ട വലിയ തുള്ളി കിടക്കുന്നുണ്ട്. അദ്ദേഹത്തെ പറ്റി ആപ്പെന്താ അറിയോ? ഷാഫി കേൾക്കുന്നത് പറഞ്ഞു കൊടുക്കണം. അദ്ദേഹത്തിന് വരുന്ന അസംബ്ലിയിൽ UDF ഇലക്ഷനിൽ UDF ഭരണം കിട്ടിയാൽ
ഒരു മന്ത്രിയോ ഒരു വർഷം ഉപമുഖ്യമന്ത്രി വരെയും കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി നായരോ ചോനോ ഒക്കെ ആകുമ്പോൾ ഒരു ഉപമുഖ്യമന്ത്രി വരെയും കൊടുക്കാം ദേശീയ മുസ്ലിം നിലയിൽ. അങ്ങനെ ഒരു ഉപമുഖ്യമന്ത്രി ലീഗ് ചിലവ് കൊടുക്കേണ്ടി വരും, അത് നിൽക്കട്ടെ. പക്ഷെ ആവശ്യം കളഞ്ഞു കൊടുത്തില്ലേ. ഇനി എന്താ ഇനി 4 വർഷം കഴിയണം പാർലമെൻറ്റ് ഇലക്ഷൻ. 4 വർഷം കഴിഞ്ഞൊരു മന്ത്രിയാകുന്ന പ്രശ്നവുമില്ല. 4 വർഷം കഴിഞ്ഞുള്ള ഇലക്ഷൻ ചിലപ്പോൾ മന്ത്രിയില്ല ആകുകയാണെങ്കിൽ കോൺഗ്രസ് ചിലപ്പോൾ ഒരു സ്ഥാനം കിട്ടിയാൽ ചിലപ്പോൾ ഉറപ്പില്ലെങ്കിലും ആ 4 വർഷം കഴിഞ്ഞ് ഇനി ഒരു 4 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞ് കേരളത്തിൽ അസംബ്ലി ഇലക്ഷൻ നടക്കുമ്പോൾ UDF ഭരണം കിട്ടുന്ന ഉറപ്പില്ല. ഇത്ര കിട്ടുന്ന ഉറപ്പില്ലെങ്കിലും പ്രതീക്ഷിക്കാം നെക്സ്റ്റ് ടൈം കിട്ടുന്ന ഉറപ്പില്ല. അപ്പോൾ 10 വർഷം പോകാണ് ഷാഫിയുടെ ഒരു മന്ത്രിസ്ഥാനം. 10 വർഷം ഷാഫിയുടെ ഈ ഇതൊക്കെ പോയി, യൗവനം പോയി, യുക്തി പോയി. അപ്പോൾ ഷാഫി ഒരിക്കലും മന്ത്രിസ്ഥാനത്ത് എത്താതിരിക്കാൻ വേണ്ടി കരുക്കൾ നീക്കിയിട്ട് ഈ മണ്ടൻ ശിരോമണി അത് മനസ്സിലാക്കിയോ. ഞാൻ മണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മകന് തുല്യമാണ്. ആ മണ്ടൻ ശിരോമണി മനസ്സിലാക്കിയോ പറയണ്ടേ. സതീഷിൽ ആര് പറഞ്ഞാലും ചേട്ടാ ഞാൻ പറഞ്ഞത് AK ആന്റണി ടീച്ച് മുസ്തഫയുടെ ഏതൊരു മണ്ണിൽ നിർത്താൻ പറഞ്ഞു. അപ്പം മുസ്തഫ സാഹിബ് എന്താ പറയുമോ, എൻ്റെ പൊന്ന് നേതാവേ ഞാൻ വല്ല കഞ്ഞി കുഴിച്ച് വീട്ടിലിരുന്നോളാം, ഞാൻ ഇല്ല, കാരണം അവിടെ തോൽക്കുന്ന ഉറപ്പാണ്. അതിന് ആ മണ്ഡലം മാറ്റി കൊടുത്ത്. അതുപോലെ പറയട്ടെ സതീഷിനോട്, സതീഷ് ജി എന്നെ ബുദ്ധിമുട്ടിക്കില്ല, ഞാനില്ല, അവിടെ നിന്നാൽ പോരെയിരുന്നോ. അതുകൊണ്ടെന്ന് ഇവിടെ നിർത്തി പാൽവേൽ കിട്ടി. ഇനി 10 വർഷത്തേക്ക് അനങ്ങാൻ പറ്റില്ല പിള്ളേർക്ക്. മണ്ടല്ലേ. അങ്ങനെയാണ് ഓരോ സ്ഥലത്തും ബുദ്ധിപൂർവ്വം കളിക്കുന്ന നേതാക്കൾ ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും കോൺഗ്രസിലുണ്ട്. അത് പിന്നെ മറ്റേ ഇതല്ല പുള്ളി കോൺഗ്രസ് നേതാവല്ല. അതാണ് പുള്ളി NSSൻ്റെ കൊണ്ട് പറയിപ്പിക്കുമോ. മണ്ടനല്ലെങ്കിൽ പറയും. ഈ ഷാഫി പറമ്പ് ചെയ്തതുപോലെ മണ്ടത്തരല്ലേ പുള്ളിയത്. അല്ലെങ്കിൽ NSSൻ്റെ ആളെ കൊണ്ട് പറയിപ്പിക്കുമോ എനിക്ക് കീ പോയിന്റ് വേണമെന്നുള്ളൂ. അത് പറഞ്ഞില്ലെങ്കിലും പുള്ളി പറഞ്ഞിട്ടാണല്ലേ പറയുള്ളൂ. പുള്ളി കൊല്ലാതെ കൊല്ലുന്നല്ലേ ഇത്. അത് മനസ്സിലാക്കുക രമേശ് ജിക്ക് മനസ്സിലായോ. കാരണം പാവായി പോയി. കാരണം എന്ന് പറയുമോ, ഒന്ന് പണിയെടുക്കാതെ കരുണാകരനെ സോപ്പിട്ട് കരുണാകരൻ്റെ വാത്സല്യ പുത്രമായിരുന്നു അങ്ങനെ മന്ത്രിയാവുന്ന മുന്നിട്ട് ഒരു അധ്വാനം ചെയ്യാതെ ഒരു പാടും കതർ ഷർട്ട് ചുളുക്ക് വീഴാതെ ഇല്ല ഗ്രൂപ്പ് ഉണ്ടാക്കി വളർന്നു പോയതാണ്. അധ്വാനിച്ചു കിട്ടണം, അപ്പം അതിന് വില അറിയുള്ളൂ. അതാണ് അതില്ലത്. മറ്റുള്ള പുള്ളിക്കെതിരെ നിൽക്കുന്ന ചില ഗ്രൂപ്പ് നേതാക്കളൊക്കെ ഉണ്ടല്ലോ, എത്ര ബുദ്ധിമുട്ട് ചെയ്യുന്നറിയോ. ആളെ ഒതുക്കി, ഈ ആളെ ഒതുക്കി, മറ്റൊക്കെ ഒതുക്കി ഒക്കെ വന്ന്. പക്ഷേ എല്ലാം ഒതുക്കി വരുമ്പോൾ കാമുകൻ പണ്ട് പറഞ്ഞുകൊണ്ട് ദൈവമേ ഈ ലോകത്ത് ആരുമായിട്ട് ഞങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞു. അവസാനം ദൈവം സമ്മതിച്ചു. നോക്കിയപ്പോൾ ഭയപ്പെടുന്നു ആളുണ്ടോ. അതുപോലെ എല്ലാം ഒതുക്കി വന്നു കഴിയുമ്പോൾ എന്ത് പറ്റുമറിയോ. ഞാൻ രാഹുൽ ഗാന്ധിയെ ആ സ്ഥാനം കിട്ടുവാണ്ട് കോൺഗ്രസിൽ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ സോണിയ ഗ്രൂപ്പോ സോണിയയുടെ ഓക്കസ് മാറ്റി ഓരോ സ്ഥലത്ത് പറഞ്ഞു വിട്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ട്, ഉദാഹരണമുള്ള രാഷ്ട്രപതിയായിട്ട് വെച്ച പ്രണബ് മുഖർജിയെ പ്രധാനമന്ത്രിയാക്കിക്കൊണ്ട് രാഷ്ട്രപതിയായിട്ട് മൻമോഹൻ സിംഗ് വച്ചിരുന്നെങ്കിൽ ഇന്ന് കോൺഗ്രസ് ഭരണമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒതുക്കി വന്ന മോന് വേണ്ടി. ഞാൻ രാഹുലിൻ്റെ ഫാനാണ് കേട്ടോ, അത് കുറ്റപ്പല്ല. പക്ഷെ അവസാനം വേണ്ട ഒന്നുമില്ലാതെ പോയി. അങ്ങനെയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് തെറ്റാണത്. അപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ നാളെ റിസൾട്ട് ഒരു 10-11 മണിയാകുമ്പോൾ കേൾക്കുന്ന അറിയാം. അതിൽ ഞാൻ മുസ്ലിം സമുദായത്തെ മണ്ഡലത്തെക്കുറിച്ചും അവരുടെ കഴിവില്ലായ്മയെക്കുറിച്ചും സങ്കടം തോന്നി പറഞ്ഞില്ല. നിലമ്പൂരിൽ ഇപ്പോൾ ഉള്ള സ്വന്തം സ്ഥാനാർത്ഥി അൻവറിനെയാണ്. അതുപോലെ അൻവർ കാണിച്ചത്. അല്ല, മുഖ്യ ശത്രു ഉണ്ടെങ്കിൽ മുഖ്യ ശത്രു തോൽപ്പി ചെറിയ ശത്രു കൂട്ടുപിടിക്കാന്നുണ്ട്. അത് ഇസ്ലാമിക വചനം, പ്രവാചക വചനമൊക്കെ ഉണ്ട്. അത് ഒരു ഫിലോസഫിയാണത്. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്ത് 2-3 ശത്രുവാക്കി. സതീഷ് ശത്രുവാക്കി, പിണറായി ശത്രുവാക്കി, ആര്യാടിനെ ശത്രുവാക്കി. എന്നിട്ടിപ്പോൾ ജയിക്കുന്നതാണ്. എന്ത് ഈടോ അൻവർ ഇപ്പോൾ നാളെ പറഞ്ഞ വിലയില്ല, ഇന്ന് പറയുള്ളൂ. അൻവറെ കേരളത്തിൽ ഏതെങ്കിലും ആൾ സ്വന്തമായി ജയിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും വ്യക്തി ജയിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിൽ KK നായർ സ്വന്തം ജയിച്ചു. അതോടെ ആ ജില്ല രൂപീകരണത്തിന് വേണ്ടി ഇപ്പം അങ്ങോട്ട് ഇട്ടുകൊടുത്താണ്. അങ്ങനെ വന്നാൽ വേറെ ആരെങ്കിലും ഈ ആനയല്ല, കരുണാകരനല്ല, ഉമ്മൻചാണ്ടില്ല, ആരും സ്വന്തമായിട്ട് നിന്ന് കേരളം ജയിച്ചെടുക്കാൻ സാധിക്കുമോ? സാധ്യത കുറവ്. ഇതിലൊന്നും നടന്നിട്ടില്ല. ആ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഞാൻ ജയിക്കുമെന്ന് പറയുന്നത്? അതിനെ മണ്ടത്ത് നിങ്ങൾ LDF വിട്ടു പോകുന്നപ്പോൾ പിണറായി വിജയൻ ശത്രുവാക്കിയപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത്? നിങ്ങൾ മുഖ്യ ശത്രുവായിട്ട് RSSനെ വെച്ച്, പരസ്യമായിട്ട് RSS വെച്ച്, പിന്നെ മുഖ്യ ശത്രുവാണ് പിന്നെ ആരെ വെച്ച്? നിങ്ങൾക്ക് എല്ലാം മുഖ്യ ശത്രുവായത്. ആര്യാട് മുഖ്യ ശത്രു, സതീഷിൻ്റെ മുഖ്യ ശത്രു, പിന്നെ പിണറായി മുഖ്യ ശത്രു, RSS മുഖ്യ ശത്രു. ഇവിടെ ഈ കളിയിൽ പിന്നെ UDF 15,000 വോട്ടിന് മുകളിൽ ജയിച്ചാൽ
അതിൻ്റെ ക്രെഡിറ്റ് സതീശനോ അല്ലെങ്കിൽ ഒന്നുമില്ല, ഇവിടുത്തെ സംഘ് പരിവാറിനാണ്. 10,000 വോട്ടിൽ കൂടുതൽ UDF സ്ഥാനാർത്ഥി നിലമ്പൂർ ജയിച്ചാൽ സംഘ് പരിവാറിൻ്റെ വിജയമായിട്ട് കണക്കാക്കും. കാരണം അവർ ബുദ്ധിപൂർവ്വം കളിച്ചു. അങ്ങനെ സംഘ് പരിവാറിൻ്റെ ഒരു ഉറപ്പ് കിട്ടിയ ശേഷമുള്ള അൻവറെ തൊടാതെ നിർത്തിയത്. അൻവറെ തകർത്ത് കളഞ്ഞോ, നിങ്ങൾ ജയം ഞങ്ങൾ ഉറപ്പ് തരാമെന്ന്. അത് ഉള്ളുകൊണ്ട് പിണറായി അനുകൂലിച്ചിട്ടുണ്ട്. പിണറായിക്ക് ഇപ്പോൾ ഇവർ നിലമ്പൂർ തോറ്റുകൊണ്ടൊന്നും മന്ത്രിസഭയ്ക്ക് ഒരു കുഴപ്പമില്ല. ഇനി അവിടെ കോൺഗ്രസ് ജയിച്ചുകൊണ്ട് പ്രത്യേക കോൺഗ്രസ് നേട്ടമില്ല. ആ 5-6 മാസമല്ലോ 5-8 മാസമല്ലേ ഉള്ളൂ. അപ്പോൾ എന്താ ചെയ്യുക? സംഘ് പരിവാറിനെ പരസ്യമായിട്ട് എതിർത്ത, പേരെടുത്ത് പറഞ്ഞാൽ എതിർത്ത അൻവറിനെ പേരോട് പിഴുതെറിയാം. അൻവർ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലം. നിങ്ങളെക്കാളൊക്കെ എത്ര മിടുക്കനായിരുന്നു പ്രേം നസീറാണ്. അബ്ദുൽഖാറിൻ്റെ പേരില്ല, പ്രേം നസീറിൻ്റെ പേരിൽ രാഷ്ട്രീയത്തിൽ വന്നിട്ട് പച്ച ചോദിച്ചില്ല ഇവിടുത്തെ ഒരു വിഭാഗം. അവർ കോക്കസുണ്ട് ഇവിടെ കേരളത്തിൽ, കോക്കസ്. അതൊക്കെ വല്ലയിടം അൻവർ നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇടതുപക്ഷം വിട്ട് പോകുന്നപ്പോഴും എന്താ ചെയ്യേണ്ടിയിരുന്നത്? നിങ്ങൾ UDFിലേക്ക് ചേർന്നിരുന്നത്. അത് തന്നെ UDFിൻ്റെ സ്ഥാനാർത്ഥി ദേശീയയുടെ പ്രസിഡന്റിൻ്റെ അനുവാദത്തോടെ സെക്രട്ടറി പ്രഖ്യാപിച്ച സമയത്ത് ആ നിമിഷം നിങ്ങൾ നിലമ്പൂർ പറയാണ് ഇയാൾ വിജയിക്കില്ല, ഇയാൾ ഇത് പറ്റിയ സ്ഥാനാർത്ഥി, ഇയാൾ മോശമാണെന്ന്. അപ്പോൾ അതിനൊക്കെ വലിയ തെറ്റ് വേറെയുണ്ടോ? ആ തെറ്റ് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രോത്സാഹിപ്പിക്കും? മണ്ടത്തിലാണ് അൻവറെ കാണിച്ചത്. ഏതായാലും മണിക്കൂറിൽ നമുക്കറിയാമല്ലോ, നമ്മൾക്ക് ജീവിച്ചിരിക്കണമെങ്കിൽ അറിയാം മണ്ട് കാണിച്ച് മണ്ടത്തിലാണ്. ഏതായാലും സത്യാവസ്ഥ നമുക്ക് നാളെ 10 മണിയോടുകൂടി അറിയാൻ പറ്റും. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലിരുത്താം. ആരോടും പ്രത്യേക വൈരാഗ്യം പണക്കൊണ്ടായിട്ടില്ല. എല്ലാവർക്കും തുല്യ നീതി വേണം തന്നെ പറയുന്നത്, ഒരു സംശയമില്ല. പക്ഷെ അന്ധമായ ഒരു വിഭാഗത്തെ എതിർക്കരുത്, അതാണ് ഞാൻ പറയുന്നത്. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പരിപാടി നിർത്താൻ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ഇന്നലെ ഞാൻ ആലുവയിലേക്ക് പോയപ്പോൾ മെട്രോ സ്റ്റേഡിയത്തിൽ കയറിയത്. അപ്പോൾ ഇവിടെ താഴെ തുണി വെച്ചേക്കാണ്, സ്ലിപ്പ് ചെയ്യുന്നൊരു ഇംഗ്ലീഷ് ബോർഡും വെച്ചേക്കാണ്. എന്നിട്ട് ചോർന്നിട്ട് അതിനുള്ള വെള്ളം വേണ്ടത്, അല്ലാതെ വീട്ടിലല്ലോ. മുകളിൽ ചെന്നപ്പോൾ മുകളിലും ചോർച്ചയുടെ ചമച്ചുണ്ട്. ഇന്നിപ്പോൾ ഒരു ചാനൽ കണ്ട് ഇളംകുളത്ത് മെട്രോയിൽ എന്തോ ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെന്ന്. മെട്രോ പച്ച തുണിയിട്ട് മറിച്ച് നോക്കിയാണ് അറിയുക. അപ്പോൾ ഏതായാലും ഈ കൊട്ടിഘോഷിച്ച് പണിത മെട്രോ സ്റ്റേഷൻ്റെയും അതിൻ്റെ ഉറപ്പ് വലിയ സംശയം എനിക്കുണ്ട്, എന്നെ പോലെ പലർക്കും ഉണ്ട്. ഒക്കെ ലോ ക്വാളിറ്റി സാധനമായിട്ട് വാങ്ങിച്ചായിട്ട് വെറുതെ. എന്നിട്ട് അത് ഒരു ടീം കണ്ടമാനം പൈസ ഒതുക്കി എടുത്തല്ലാതെ ഒരു ചെയ്തുമില്ല. എത്ര കാര്യം ഒരു 5-6 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും വലിയൊരു ബാധ്യതയാവില്ല ഇത്. പണ്ട് ആരോ പറഞ്ഞത് വലിയ ബാധ്യതയാവുന്നു. അപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ? ഒരു 50 വർഷം കഴിഞ്ഞ് പൊളിച്ചെങ്ങോട്ട് പോവും എന്ന് പറഞ്ഞു. അപ്പോൾ അത് വേറെ ആൾ മറുപടി പറഞ്ഞ് അത് പൊളിച്ചെടുത്താൽ അപ്പോൾ തന്നെ എല്ലാം അതുപോലെ തന്നെ കല്ലും മണ്ണൊക്കെ മാറ്റി വേർതിരിക്കുക സംവിധാനം. അതുകൊണ്ട് വേസ്റ്റൊന്നും ആവില്ല, കടലും തണ്ടിയല്ല പറഞ്ഞു. അങ്ങനെ വരാതിരിക്കട്ടെ. താഴെ കൂടി പോകുന്ന റെയിലല്ല ഇത്, മെട്രോ മുകളിൽ കൂടിയാണ് പോകുന്നത്. എത്ര ഹൈറ്റാണ്? 30-35 അടി ഹൈറ്റിലാണ്, 10 മീറ്റർ കൂടുതൽ ഹൈറ്റിലാണ് പോകുന്നത്. അതിന് ഇത്രയൊക്കെ സുരക്ഷ ചോർച്ച ഈ ഷീറ്റൊക്കെ ഇട്ട് ചോരെന്ന് പറഞ്ഞാലേ അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ചോദിച്ചു വെച്ചാൽ മനസ്സിലാക്കാം ഇതോ എത്ര കോടികൾ മുടക്കി. ഏതായാലും ഇതിനെക്കുറിച്ചെല്ലാം പ്രത്യേക ശ്രദ്ധ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താറ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.